നടി നൽകിയ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരാൾ ലൈംഗിക ചുവയോടെ തന്റെ പിന്നാലെ നടന്ന് സംസാരിക്കുന്നു എന്നുള്ളതാണ്. സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. ഇതിൽ ഈ നടി ഹണി ആളുടെ പേര് പറഞ്ഞിട്ടില്ല. ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ ഇതിനു മുൻപ് ഇയാളുടെ ഒരു കട ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്. അതിനുശേഷം അന്ന് അവിടെ വെച്ച് കുറച്ച് അസുഖകരമായ സംഭവങ്ങൾ നടന്നു. ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തന്നെ അപമാനിച്ചു. ആളിനെ നമുക്ക് മനസ്സിലായി. അതിനുശേഷം പിന്നീട് ഇയാൾ വിളിച്ച ഈ ഉദ്ഘാടന ചടങ്ങുകൾക്കൊന്നും തന്നെ പോയിട്ടില്ല. അതിന്റെ പകയാണോ എന്നറിയില്ല. അതിനെ തുടർന്ന് താൻ പോകുന്ന സ്ഥലത്തൊക്കെ വരുന്നുണ്ട്. നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. തന്നെ ദ്വയാർത്ഥ ഈ പ്രതികരണങ്ങളോട് അപമാനിക്കുന്നുണ്ട്. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇതിനെതിരെ താൻ കൃത്യമായി തന്നെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് സ്വീകരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ നടി പറയുകയും ചെയ്യുന്നു. ഇതിൽ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ വലിയ പണത്തിന്റെ അഹങ്കാരമുള്ള ഒരു വ്യക്തിയാണ് ഇത് എന്ന രീതിയിൽ ഒരു സൂചന ഹണി റോസ് നൽകിയിട്ടുണ്ട്. തൂക്കിയല്ലോ നാഥ. ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. ഞാനൊരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു വിഷയമായിരുന്നു അത്. എനിക്ക് ടൈമായി. അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയ കാര്യം ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിന്റെ ഇത് ഇൻഫോം ചെയ്യണം, അവരെ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞ് അറിയിക്കുകയും ചെയ്തതാണ്. ഇനി അയ്യോ, എന്നെ പറ്റി വേറൊന്നും വിചാരിക്കുന്നത് ഉണ്ടാവരുത്, എനിക്ക് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത്. 20 വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും. ഇങ്ങനെ സിനിമയുടെ കാര്യം കുറച്ചൊക്കെ എനിക്കും അറിയാം. എന്തറിയാന്ന് മാഡം ആരോടും പറയൂലെങ്കിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റും ഞാൻ തയ്യാറാണ്. ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നത്. അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു. നമുക്കിത് കണ്ടുപിടിക്കാം. പിന്നീട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും നമ്മുടെ പേര് പലയിടത്ത് മെൻഷൻ ചെയ്യും. അയ്യോ ആശാനെ, ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ്, ഞാൻ ചെയ്തിട്ടില്ല. ഇവൻ അങ്ങനത്തെ ഫാമിലി പെട്ടൊന്നുമല്ല, എനിക്ക് ഫാമിലി പോലും. വീഡിയോ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നത്. തിരിച്ചിരിക്കുകയാണ്. നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് വാൺ ചെയ്തു, ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നത്. ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരെയും. അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റ് ആയിട്ട് നമ്മൾ ഇടാൻ ഉള്ള റീസൺ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ ഞാൻ കേൾക്കുന്നു. ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസ് ആയിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും.